എന്തേ? പണ്ട് 10 കിതാബിൽ പഠിച്ചതും മറ്റു ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലുള്ളതും ഹദീസിലുള്ളതും മരിച്ച ആ വീട്ടുകാർ ഭക്ഷണമുണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക, അത് വയുക്റഹു കറാഹത്താക്കപ്പെടും. ലിഅഹ്ലിൽ മയ്യിത്തി ഇസ്ലാഹു തുആമിൻ വയതിമാഉൻ നാസി അലൈഹി എന്ന് കാണാം. അവസാനം കാണാം ഫബിദ്അത്തുൻ എന്ന് കാണാം. അത് ബിദ്അത്താണ് എന്ന്. ഈ ഫിഖ്ഹിലുള്ള ഈ ഇബാറത്തുകൾ പരസ്പരം ഞങ്ങൾ ചർച്ച ചെയ്ത് തന്നെ അവിടെ തിന്നുമില്ല കുടിക്കുമില്ല. എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ കോളേജിൽ പോയി. കോളേജിൽ ബിരുദം നേടിയിട്ട് പള്ളിക്കരയിലാണ് ആദ്യം ജോലിക്ക് നിന്നത്. അവിടെ ദർഗയില്ല. അവിടെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉറൂസ് എന്ന പേരിൽ മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ റാത്തീബ് കഴിക്കും. അതിന് വലിയൊരു പോത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മുറ്റത്ത് നിർത്തിയിട്ട് അതിന്റെ അടുത്ത് ഒരു ദുആ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ ഖതീബാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പോയി അവരോട്, എന്റെ പോത്തിന്റെ അടുത്ത് എന്താ ഞാൻ ദുആ ചെയ്യുന്നത്? ഞാൻ പള്ളിയിലിരുന്ന് ദുആ എടുത്തോളാം, നിങ്ങൾ അവിടെ ആമീൻ ചൊല്ലിക്കോന്ന്. എനിക്ക് പേര് വീണ് എന്തോ തബ്ലീഗിന്റെ ആള്. ഇതുവരെയൊക്കെ ഈ പള്ളിയിൽ 14 കൊല്ലക്കാലം പാലക്കാട്ടത്തെ ഖാലിദ് ഫൈസ് ഇമാം നിന്നിട്ട് സുബ്ഹിക്ക് സജദയും ദഹറും ഓതിയിട്ട് നിസ്കരിച്ചിട്ടില്ല. ഇയാളിത് ഓതി നിസ്കരിക്കുന്നു. അപ്പൊ ബാഖിയാത്തിന് വരുന്ന ആള് തബ്ലീഗിന്റെ ആളാണ്. ഇയാൾ തബ്ലീഗിന്റെ ചായ്പുണ്ട്. ഇത്ര കൊല്ലങ്ങളായിട്ട് ഒരു ഉസ്താദുമാറും പോത്തിന്റെ അടുത്ത് ദുആ ചെയ്യാതെ ഇല്ല. ഒരു കൊല്ലത്തിൽ ഔട്ട് പാസ്സായി അവിടുന്ന്. കല്ലാറ് പോയി. കല്ലാറില് വെള്ളിയാഴ്ച രാത്രി എനിക്ക് ലീവാ. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ ലീവ്. ഞാൻ വ്യാഴാഴ്ച മഗ്രിബിക്ക് പോയാല് വെള്ളിയാഴ്ച ജുമഅക്ക് ഞാൻ എത്തുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ വെള്ളിയാഴ്ച രാത്രി തൊട്ട് മുമ്പുള്ള ഖതീബ് സ്വലാത്ത് ഹൽക്ക സ്ഥാപിച്ചിരുന്നു. അതിന് കൂടാത്ത കാരണത്താൽ പ്രശ്നമുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥാപിച്ചതല്ലല്ലോ, ആ ഖതീബിനെ വിളിച്ചിട്ട് സ്വലാത്ത് നിങ്ങൾ നടത്ത്. അപ്പൊ പറഞ്ഞവരെ പള്ളിക്കരയിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്, തബ്ലീഗിന്റെ ആശയക്കാരനാണെന്ന്. അവിടെയും മുദ്ര വീണു. ഒരു ദിവസം ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഷാർജ ഇറക്കിയ ഖുർആൻ ട്രാൻസ്ലേഷന്റെ ഒരു കാസറ്റ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ വേഷം കാക്ക എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഖുർആന്റെ വ്യാഖ്യാനാണ്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളിന്ന്. പക്ഷേ അയാളുടെ മകൻ തനിച്ച് SSFന്റെ ആളായിരുന്നു. കൊണ്ടുപോയി നോക്കുമ്പോ അവിടെ വീട്ടിൽ ഉസ്താദ് കൊടുത്ത കാസറ്റ് ആണെങ്കിലോ സലഫികളുടേത്. അപ്പോഴും ബലം കൂടി അഭിപ്രായങ്ങൾക്ക്. റബീഉൽ അവ്വലെത്തി. പതാക ഉയർത്തുമ്പോ അവിടെ നിന്നൊരു കൂട്ടുപ്രാർത്ഥനാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വിസമ്മതിച്ചു. സ്കൂളിൽ ഒരു മാസ്റ്റർക്ക് ഒരു ഡിവിഷൻ കിട്ടി. 2 ലക്ഷം ഉറുപ്പ്യാണ് ആ മാസ്റ്ററോട് വാങ്ങിയത്. ആ കാശിന്റെ അട്ടിയുമായിട്ട് ദർഗ 3 ഉണ്ട്. ദർഗയുടെ ചരിത്രം മറ്റൊന്നാണ്. ആ ദർഗയുടെ അടുത്ത് വെച്ചിട്ട് എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി ഇതേ കോളേജിൽ നിന്ന് വന്നതിന്റെ പിറകെ എന്റെ വീട്ടിൽ ഉപ്പ നല്ലൊരു ആട് വാങ്ങിയിട്ട് ഒർക്കാടി പഞ്ചായത്തിലെ പൊയ്യത്തവയിൽ മണമാട്ടി ബീവിയുടെ ജാറത്തിലേക്ക് നേർച്ചയാക്കി. ഈ ആട് ആണാണെങ്കിലും അതിന്റെ പേര് മണമാട്ടി അജ്ജീനാണ്. അടുത്തുള്ള ഹിന്ദുക്കൾ വരേക്കും ഈ ആടിനെ ബഹുമാനിക്കും. കല്ലെറിയില്ല. കുട്ടനാട് നല്ല പക്വത എത്തിയാൽ അതിന്റെ അക്രമം എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാലോ. ആരും അതിനെ പ്രതികരിക്കൂല. കാരണം എന്താ? മണമാട്ടി അജ്ജിയ വള്ളം അങ്ങ് ദൂരത്താക്കുമെന്നല്ലാതെ ഒരടി പോലും കൊടുക്കൂല. ഞാൻ ഉപ്പാട് തുറന്നങ്ങ് ചോദിച്ചു, ഇത് ശരിയാകുന്നെന്ന് തോന്നില്ല ഉപ്പ. നമ്മൾ അന്ന് കോഴിയും നേർച്ചയാക്കിയിരുന്നു. ഫതുഹുൽ മുഈനിൽ കാണാം നേർച്ച ഇബാദത്ത്, നേർച്ച ഖുർബത്ത് ഇബാദത്ത്. ഖുർബത്ത് ഇബാദത്ത് അത് അല്ലാഹു അല്ലാത്തവർക്ക് പാടില്ല. അത് സുന്നത്താക്കപ്പെട്ട കാര്യത്തിലായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ അഭിപ്രായം ഉപ്പാട് രേഖപ്പെടുത്തി. ഉപ്പ സ്വീകരിച്ചില്ല. പുരയിൽ ഒരു ഖുതുബിയത്ത് റാത്തീബ് വീട് പുതുക്കി പണിതപ്പോ ഉപ്പ തീരുമാനിച്ചു. ഞാൻ ബഹിഷ്കരിച്ചു. ഈ ഇടക്കാണ് ഹുസൈൻ സലഫിയുടെ കലിമത്ത് തൗഹീദ് എന്ന ഓഡിയോ കാസറ്റ് 11 ഞാൻ കേട്ടത്. ആ കേൾക്കുമ്പോൾ മുഴുവനും ഞാൻ പഠിച്ച കിതാബിന്റെ ഉദ്ധരണികൾ നോക്കിയിട്ടേ അപ്പുറം പിന്നെ നീങ്ങുള്ളൂ. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖബർ അലങ്കരിക്കൽ കറാഹത്ത് ഫതുഹുൽ മുഈനിലുണ്ട്. ഹുസൈൻ സലഫി തെളിവ് സഹിതം ആ പേജ് അടക്കം അല്ലെങ്കിൽ അധ്യായമടക്കം പറയും. അപ്പോൾ ആ ഭാഗം ഞാൻ നോക്കും. പിന്നീട് ബേവിഞ്ചയിൽ ഞാൻ ഖതീബായി നിന്നു. ബേവിഞ്ചയിൽ ഖതീബായി നിന്ന അവസരത്തിൽ ആ കാസറ്റ് കേട്ട ഇൽമ അത്യാവശ്യം എന്റെ ഓർമ്മയിലുണ്ട്. ബേവിഞ്ചയിൽ ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ശറഹുൽ മുഅദ്ദബ് അതുപോലെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്.
ഖുതുബിയത്ത് റാത്തീബിൻ എന്നെ വിളിച്ചു. എന്റെ മനസ്സാക്ഷിക്കത് യോജിച്ചില്ല. അള്ളാഹു അല്ലാത്തവരെ എങ്ങനെ വിളിക്കും? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണല്ലോ അതിന്റെ പദ്യങ്ങളിലുള്ളത് എന്ന് സുന്നികൾ തന്നെ ഖുതുബിയത്തിന് അറബി മലയാളത്തിൽ തർജ്ജമ എഴുതിയതിൽ നിന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയ ഞാൻ മനയില്ലാ മനസ്സോടെ പോയിട്ട് പള്ളിമുക്കറിയോട് പറഞ്ഞ് ഞാൻ വരും, എനിക്ക് തൊള്ളക്ക് പ്രയാസമുണ്ട്, ഞാൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് സഹകരിക്കാം. അവർ ഇരുട്ടത്ത് റാത്തീബ് ചൊല്ലും, മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കും. ഈ ഉള്ളവൻ ആ മഹല്ലിൽ 3 ഖുതുബിയത്തിന് കൂടിയതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ്. ബേവിഞ്ചയിൽ നിന്ന് ഒരു ദിവസം റമദാനിൽ ഞാൻ എഴുത്തിക്കാഫിന്റെ ക്ലാസ് എടുത്തു. തുഹ്ഫയും ശറഹുൽ മുഅദ്ദബും 750ഓളം കൊല്ലങ്ങൾ പഴക്കമുള്ള പഴയ കാലത്ത് സമസ്ത മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഉംദയും അവലംബമാക്കിയിട്ട് എഴുത്തിക്കാഫിന്റെ മസ്അല ഞാൻ ക്ലാസ് എടുക്കുമ്പോ സഅദിയ കോളേജിൽ പഠിക്കുന്ന ഒരു 3 വിദ്യാർത്ഥികൾ എന്റെ മുമ്പിലുണ്ടായിരുന്നു പള്ളിയിൽ. ആ വിവരണങ്ങളിൽ ഒരു പെണ്ണ് എഴുത്തിക്കാഫ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ സ്ഥിതി എന്ത്, അതിന്റെ ആദാബുകൾ എന്ത്, മസ്അല എന്ത്, രീതി എന്ത് എന്ന് ഞാൻ വിവരിച്ചിരുന്നു പ്രാമാണികപരമായിട്ട്. ആ ക്ലാസ് കഴിഞ്ഞതിന്റെ പിറകെ ആ 3 മുതഅല്ലിം സുഹൃത്തുക്കൾ എന്റെ റൂമിലേക്ക് വന്നിട്ട് തുഹ്ഫയുടെ ഉദ്ധരണി, നിങ്ങൾ വായിച്ച ശറഹ് മുസ്ലിമിന്റെ ഉദ്ധരണി, അതുപോലെ തന്നെ ഉംദയുടെ ഉദ്ധരണി ഇപ്പൊ തന്നെ കാണിച്ചിരണം പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് പ്രസംഗിച്ചതല്ലേ, കാണിച്ചു കൊടുത്തു. ദേഷ്യമുറുക്കിയിട്ട് അവർ ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. എന്നിട്ട് ടെലിഫോണിൽ ഭീഷണിപ്പെടുത്തി, നിന്റെ കാല് കൊത്തിയിട്ട് അടുത്തുള്ള പുഴ, ചന്ദ്രഗിരി പുഴയിലേക്ക് നിന്നെ എറിയാനുണ്ട് പറഞ്ഞിട്ട്. അടുത്ത ദിവസം വേറെ മുതഅല്ലിമുകൾ കൂട്ടത്തോടെ വന്ന്, നോമ്പാണ്, നോമ്പ് ഉറുദിക്ക് വരുമല്ലോ, അപ്പൊ ഉള്ള ആൾക്കാരൊക്കെ പെർമിഷൻ ഉണ്ട് അവിടെ ആ പള്ളിയിൽ. 5 മുതഅല്ലിമുകൾ വന്നു. എന്നിട്ട് ഞാൻ അസ്ർ നിസ്കരിക്കുമ്പോൾ ഖതീബായ ഞാൻ ഇമാം ജമാഅത്ത് നടത്തുമ്പോൾ പള്ളിയുടെ പ്രൈവറ്റ് ആയിട്ട് ജമാഅത്ത് നടത്തിയവർ, ആ ജമാഅത്തിൽപ്പെട്ട ഒരു സുന്നി പ്രവർത്തകൻ തന്നെ കണ്ടറിഞ്ഞിട്ട് കയ്യോടെ പിടിച്ചിരിക്കടിച്ചവിടുന്നു. താഴെ ജമാഅത്ത് എടുക്കാന്ന്, മേലെ അവരെ ജമാഅത്ത്, ആ ജമാഅത്തിനെ തന്നെ തടഞ്ഞിട്ട് അവിടെ നിന്ന് അടിച്ചു താഴത്തിറക്കിയവരെ. ഒരു പ്രശ്നമുണ്ടായി. ആ ഇടയാണ് കാഞ്ഞങ്ങാടിൽ ഒരു മുഖാമുഖം നടക്കുന്നത്, സലഫികളും സുന്നികളും തമ്മിൽ. ആ മുഖാമുഖത്തിന് ഞാൻ പോയിട്ടില്ല. പക്ഷെ ബേവിഞ്ചയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഹിന്ദു അയാളെ. സുന്നികളുടെ തനി നിറം മനസ്സിലാക്കിയ അസഭ്യ വാക്കുകൾ അവർ പറയുന്നത് നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് സംസാരിക്കുകയുണ്ടായി. സുന്നി പണ്ഡിതന് ഈ തലയെകെട്ട് കെട്ടി എന്നല്ലാതെ അവരുടെ നാവ് ഇത്ര മോശം എന്ന് ഞാൻ അറിഞ്ഞത് അന്നാണ്. ഞാൻ ശരിക്കും അടിച്ചിട്ടുണ്ട്, ചവിട്ടും കൊടുത്തിട്ടുണ്ട്, അടിയും അടിച്ചിട്ടുണ്ട്. മുജാഹിദുകളെ പരിപാടി അവർ കൂട്ടത്തോടുകൂടെ വന്ന് ആക്രമിക്കുക എന്നതിനെ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കോ? പെർമിഷൻ എടുത്തിട്ട് നടത്തുന്ന പരിപാടിയില്ല അത്. അനുഭവങ്ങളെ എനിക്ക് മാറ്റം വരാനുള്ള കാര്യങ്ങളും കാരണങ്ങളും ചില അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചത്. സ്നേഹിതന്മാരെ, ഇവിടെ ഈ കൂടിയതിൽ സുഹൃത്തുക്കളായ മുതഅല്ലിമുകളും പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ ഒരാളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പറാകാൻ അല്ലെങ്കിൽ സലഫികളുടെ മെമ്പറാകാൻ മെമ്പർഷിപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം ഈ ജനങ്ങളുടെ മുമ്പിൽ കേരളക്കരയിലൂടെ നിങ്ങൾ പ്രസംഗിച്ചാൽ ഇവിടെ ഒറ്റ മുജാഹിദ് പ്രവർത്തകന്റെ ആവശ്യമില്ല. മുജാഹിദ് പ്രസ്ഥാനക്കാർക്ക് പിന്നെ പണിയുണ്ടാവുകയില്ല. നിങ്ങളുടെ കല്ലേറ് കൊണ്ടിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെയും അമ്പ്യാക്കന്മാരുടെ ചരിത്രങ്ങൾ നോക്കിയാൽ നാം അറിയുന്നത് പോലെയും അല്ലാഹു ഒരുവനാണ്, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. നേർച്ച എന്ന ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമേ നടത്താവൂ. ആരാധനാലയം കബറിടങ്ങളാക്കരുത് എന്നുപോലെയുള്ള പ്രാമാണികപരമായ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ തൗഹീദിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും സുന്നികൾ എന്ന് പറയുന്ന മതപണ്ഡിതന്മാർ അറിഞ്ഞവർ ഈ നാടെങ്ങും പ്രസംഗിക്കുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ സലഫി പണ്ഡിതന്മാർക്കും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ് നടത്തുന്നത് എന്നല്ലേ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നവർ തന്നെ ഷാഫി മദ്ഹബിന്റെ ഒരു കാര്യങ്ങളും പ്രസംഗിക്കാറില്ല. നോക്കൂ നിങ്ങൾ, നേർച്ചയുടെ കാര്യമെടുത്താലും ഖബർ അലങ്കരിക്കുന്ന കാര്യം നോക്കിയാലും സ്ത്രീ പള്ളി പ്രവേശനം നോക്കിയാലും ഖുതുബയുടെ കാര്യങ്ങൾ നോക്കിയാൽ അങ്ങനെ കർമ്മപരമായ കാര്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും നാം നോക്കിയാൽ
ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നവർ ഷാഫി മദ്ഹബിന്റെ മുഅ്തമദായ അഭിപ്രായം ഏത് എന്ന് ചോദിച്ചാൽ ഉംദയുടെ ആദ്യ ഭാഗം 1-ാമത്തെ പേജിൽ കാണാം. മഹാനായ ഇമാം നവവി, ഇമാം റാഫിഈ രണ്ടാളും യോജിച്ച് അഭിപ്രായപ്പെടുത്തിയ കാര്യം, രേഖപ്പെടുത്തിയ കാര്യം അതാണ് മുഅ്തമദ്. അവർ രണ്ടുപേരിലും ഇഖ്തിലാഫുണ്ട് എങ്കിൽ ഒന്നാമനായി സ്വീകരിക്കുക ഷാഫി മദ്ഹബിൽ ഇമാം നവവിയാണ്. പിന്നെയാണ് റാഫിഈനെ. ആ അഭിപ്രായങ്ങൾ അവലംബമാക്കിക്കൊണ്ട് ഷാഫി മദ്ഹബിന്റെ ഫിഖഹിന്റെ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അതുപോലെ മുഹീദ്ദീൻ ശൈഖിന്റെ ആദർശങ്ങൾ ഇവിടെ സുന്നികളായ പണ്ഡിതന്മാർ പറയുന്നുവെങ്കിൽ, പ്രസംഗിക്കുന്നുവെങ്കിൽ മുജാഹിദുകൾക്ക് പിന്നെ പണിയുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മരിപ്പിക്കുന്ന അവസരത്തിൽ ഏത് നിലയിലാണ് മരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഖബറിലെ ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. നാം നല്ല അമല് ചെയ്തുവെങ്കിൽ നമുക്കാണ് അതിന്റെ നന്മ. നാം തിന്മ ചെയ്തുവെങ്കിൽ ആ തിന്മയുടെ ഭവിഷ്യത്തും നമുക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ, അള്ളാഹു നിയോഗിച്ചയച്ച അവസാനത്തെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അംഗീകരിക്കുക. പാരമ്പര്യവാദങ്ങളും അനാചാരങ്ങളും ശിർക്ക്പരമായ കാര്യങ്ങളും പാടെ വർജിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് ചൊല്ലിപ്പിച്ചുകൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടുന്ന സമയത്ത് നല്ല നിലയിൽ നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹ് وأرنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. നമ്മോട് സംസാരിച്ച മഹമ്മൂദ് ബാക്കവി മഞ്ചേശ്വരം അവർക്ക് കൃതജ്ഞത അറിയിക്കുകയാണ്. ഇനി നമ്മോട് സംസാരിക്കാനുള്ളത് നന്ദി ദാറുസ്സലാമിൽ നിന്നും ദാരിമി ബിരുദം പൂർത്തിയാക്കിയ മുഹമ്മദ് ബഷീർ ദാരിമി, ഹുസൈൻ ദാരിമി, മുഹമ്മദ് ദാരിമി എന്നിവരാണ്. അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നത് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റായിരുന്ന അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ സഹോദരൻ, അയനിക്കാട് ഖാദിയായിരുന്ന ഖാദർ മുസ്ലിയാരുടെ പുത്രനും കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ പൗത്രനുമായ KP അബ്ദുറഹ്മാൻ മൗലവിയാണ്. അയനിക്കാട്, കീഴൂർ തുടങ്ങി പള്ളികളിൽ 10 വർഷക്കാലം നബാത്തി ഖുതുബ നടത്തുകയും റേഞ്ച് കമ്മിറ്റി മുഅല്ലിമീൻ സെക്രട്ടറിയായി നീണ്ട വർഷക്കാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അദ്ദേഹം കൊട്ടപ്പുറം സംവാദത്തിലൂടെയാണ് സലഫി ആദർശത്തിലേക്ക് കടന്നു വരുന്നത്. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി KP അബ്ദുറഹ്മാൻ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അധ്യക്ഷ പ്രസംഗം എന്നൊരു ഹ്രസ്വമായൊരു ചടങ്ങ് ഇവിടെ നിർവഹിക്കുകയാണ്. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ നമ്മുടെ പ്രിയങ്കരരായ ദാരിമികളുടെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ദീർഘമായ ഒരു സംസാരത്തിലൂടെ നിങ്ങളുടെ ക്ഷമ പരിശോധിക്കുവാൻ ഏതായാലും ഞാൻ തുനിയുന്നില്ല. ഇവിടെ എൻ്റെ പേര് നിർദ്ദേശിച്ച് ക്ഷണിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൊട്ടപ്പുറം സംവാദത്തോടു കൂടിയാണ് ഈ അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ആ സംവാദത്തിൽ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ എന്ന അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത അതിഗുരുതരമായ കുറ്റം, ആ അപരാധം ചെയ്യുവാൻ വേണ്ടി 10,000-ങ്ങളെ ഉദ്ബോധനം നടത്തുന്ന പ്രഭാഷണങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാറുള്ള ആ പണ്ഡിതന്മാർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു ദ്വാരക്കുവാൻ വേണ്ടി നിരത്തിവെച്ച ആയത്തുകൾ
രണ്ട് ഗുരുതരമായ കുറ്റം. ഒന്ന്, അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അള്ളാഹു ഖുർആനിലൂടെ വളരെ ശക്തമായി കർക്കശമായി നിരോധിച്ച ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് മാത്രമല്ല, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്താൽ അള്ളാഹു തആല അവൻക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവന് നരകം അനിവാര്യമായി തീരുന്നു. വല്ലൊരാളും ശിർക്ക് ചെയ്താൽ ലൈൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു മറ്റൊരിടത്ത് പറയുകയാണ്, മുഹമ്മദ് നബി അഭിഷേകം ചെയ്തുകൊണ്ടാണ് പറയുന്നതെങ്കിലും നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നീ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊട്ടിത്തകർന്ന് പപ്പരായി പോകുമെന്ന് അള്ളാഹു പറഞ്ഞു. ഇത് പള്ളി ദർസുകളിലൂടെ ഈ ആയത്തിന്റെ അർത്ഥം മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ നിന്നുകൊണ്ട് എടപ്പള്ളി കൂട്ടായി അബൂബക്കർ മുസ്ലിയാരുടെയും ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെയും എന്റെ മാതാമഹാനായിരുന്ന പ്രഗത്ഭനായ കുത്തുബ് മുഹമ്മദ് മുസ്ലിയാരുടെയൊക്കെ ശിക്ഷണത്തിൽ ഞാൻ തഫ്സീർ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്തുകളുടെ അർത്ഥം ഞാൻ ആ വിധത്തിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായ ശിർക്കിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമുകളെ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ യാതൊരു സങ്കോചവുമില്ലാതെ പതിനായിരങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ ആയത്ത് ഓതുകയും അതിന് അവർക്ക് തോന്നുന്ന വിധത്തിൽ അർത്ഥം വ്യാഖ്യാനിച്ചു കൊണ്ടുവരികയും ചെയ്തു. അത് അബ്ദുറഹ്മാൻ സലഫി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വസ്അൽ മൻ അർസൽന തുടങ്ങി ഒട്ടനവധി ആയത്തുകൾ വജഅൽനാ മിൻ ലദുൻക വലിയൻ വജഅൽനാ മിൻ ലദുൻക നസീറ എന്ന അവസാനമായിട്ടുള്ള ഒരു ആയത്തിന്റെ അവസാന ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഈഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. അത് മക്കയിൽ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന ബലഹീനന്മാരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും മോചനത്തിന് വേണ്ടി അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തുകൊണ്ട് സംഘടനകളുടെ യുദ്ധങ്ങളുടെ രണാങ്കണത്തിൽ നിങ്ങൾ ഇറങ്ങുന്നില്ല എന്ന ചോദ്യത്തിന്റെ ആ ആശയങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വജഅൽനാ മിൻ ലദുൻക വലിയൻ വജഅൽനാ മിൻ ലദുൻക നസീറ, പഠിച്ചവനെ ഞങ്ങൾക്ക് ഒരു വലിയനെ പ്രദാനം ചെയ്യണമേ, ഞങ്ങൾക്കൊരു സഹായകനെ പ്രദാനം ചെയ്യണമേ എന്ന് പണ്ടുള്ള സഹാബിവര്യന്മാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന തരത്തിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക തുടങ്ങിയ ഒട്ടനവധി ആയത്തുകൾ എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തി, എന്നെ ദുഃഖപൂരിതനാക്കി. ഞാൻ ഈ പറഞ്ഞ സംവാദത്തിന്റെ എല്ലാം കാസറ്റിൽ പിടിച്ചിരുന്നു. ഞാനന്ന് വിദേശയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. ബഹ്റൈൻ കുറച്ചു കാലം ഞാനുണ്ടായിരുന്നു. വന്ന ഉടനെയായിരുന്നു എന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള മദർസയിലെ മുസ്ലിയാക്കന്മാരാ അത് കേൾക്കുവാൻ വേണ്ടി എന്റെ സ്നേഹത്തോടു കൂടി ഞാൻ ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നു. ആ കാസറ്റിൽ പിടിച്ച് എന്റെ വീട്ടിൽ വന്ന് അതെല്ലാം തന്നെ തഫ്സീറുകൾ വെച്ചുകൊണ്ട് ഖുർആൻ വെച്ചുകൊണ്ട് പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത കുറ്റത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആ ദയനീയമായ ശോചനീയമായ അസഹനീയമായ രംഗം കണ്ടപ്പോൾ എന്റെ മനസ്സാക്ഷി കൊടുക്കുകയുണ്ടായി. അങ്ങനെയാകുന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. മാത്രമല്ല, കാന്തപുരം മുസ്ലിയാരുടെ ചോദ്യങ്ങൾക്ക് മഹാനായ നമ്മുടെ പ്രിയങ്കരനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ സമയോചിതമായ പണ്ഡിതോചിതമായ ആധികാരികമായ ഖുർആനും ഹദീസിന്റെയും പിൻബലത്തോടുകൂടിയുള്ള മറുപടി കേട്ടപ്പോൾ അവിടെ നിശബ്ദമായി വളരെ ഭക്തി നിർഭരമായ ഹൃദയത്തോടുകൂടി കേട്ട് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ ഏതായാലും പ്രവേശിക്കുന്നില്ല. പണ്ടൊരു കാലം ഒരുപാട് നിക്കാഹുകൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നബാത്തിയ ഖുത്ബ പള്ളികളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അന്ന് ഞാൻ പറഞ്ഞിരുന്നു. സവ്വജതുക വഅൻകഹതുക നിക്കാഹഹ ബിമഹരിൻ മബ്ലഉഹു 19 മിസ്കാൽ അല്ല 17 മിസ്കാൽ. എന്താണ് മഹർ പറഞ്ഞത്? എന്റെ മകൾ ഇന്നവളെ ഇത്ര പവൻ മഹറിന് നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. 19 മിസ്കാൽ മഹറിന്, അല്ലെങ്കിൽ 17 മിസ്കാൽ. എന്താണ് മിസ്കാൽ?
ആ കണക്ക് എത്രയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്താണ് ഈ മിസ്കാൽ എന്നതിന്റെ അർത്ഥം, എവിടെയുള്ള നാണ്യമാണത്, എവിടെയുള്ള കാശാണെന്നുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് അറിയില്ല. എന്നാൽ അമ്മോശൻ അറിയുമോ? അമ്മോശനും അറിയില്ല. പുതിയാപ്പൾക്ക് അറിയാമോ? പുതിയാപ്പൾക്കും അറിയില്ല. 15 മിസ്കാൽ പൊന്നു പറഞ്ഞുകൊണ്ട് 19 മിസ്കാൽ പൊന്നു പറഞ്ഞുകൊണ്ട് കുടുംബങ്ങളുടെ മഹാത്മ്യത്തിന്റെ തോതനുസരിച്ച്, എന്റെ വലുപ്പത്തിന്റെ തോതനുസരിച്ച് മഹറും വർദ്ധിക്കും. ചെറുപ്പത്തിന്റെ തോറ്റ് മഹറിന്റെ ഇതും കുറഞ്ഞു പോകും. അങ്ങനെ വളരെ കൊല്ലങ്ങളോളം ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, ഈ പറയുന്നത് കളവാണ് ഞാൻ. കാരണം അതാരും കൊടുത്തിട്ടില്ല. 12 മിസ്കാൽ പൊന്നു പറഞ്ഞ ആ മിസ്കാല് മഹറായിട്ട് ആരും കൊടുത്തിട്ടില്ല. അവിടെ വെച്ച് എന്തെങ്കിലും ചെറിയത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് സത്യം. അന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ പ്രഗത്ഭരായ പല നേതാക്കളും വളരെ മോശമായ ആ കാര്യത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിനെതിരിൽ അവിടെ നമ്മുടെ പ്രദേശത്തുള്ള ഉസ്താദ് അബ്ദുൽ ഉസ്താദ് ഒരു നോട്ടീസ് ഇറക്കിയപ്പോൾ അതിന് മറുപടി എഴുതാൻ വേണ്ടി അങ്ങ് പരപ്പനങ്ങാടിയിലുള്ള ടി കെ അബ്ദുള്ള മുസ്ലിയാരുടെ അടുക്കൽ ഞാൻ പോയിരുന്നു. അതിന് മറുപടി എഴുതാൻ വേണ്ടിയിട്ട് ആ മുജാഹിദ് നേതാവ് എഴുതിയ ആ നോട്ടീസിന് മറുപടി എഴുതാൻ വേണ്ടി അവിടെ വരെ ഞാൻ പോയി. മറുപടി വരെ അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് മുജാഹിദുകളുടെ വാദം, നിങ്ങളീ പറയുന്നത് ശരിയല്ല, കൊടുക്കുന്നതേ പറയാവൂ, അതാണ് സത്യം. അള്ളാഹുവിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഹംദും സലാത്തും ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ നിക്കാഹ് എന്ന മഹനീയമായ കർമ്മത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് കൊടുക്കുന്നത് മാത്രമേ പറയാവൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോൾ പറ്റില്ല, നമ്മുടെ പാരമ്പര്യത്തിന് യോജിച്ചതല്ല, നമ്മുടെ തറവാടിത്തത്തിനും കുലമഹിമകൾക്കും യോജിച്ചതല്ല എന്നുള്ള വാദം അന്ന്. പക്ഷെ ഇന്ന് നോക്ക് നിങ്ങൾ, കൊടുക്കുന്നത് മാത്രമല്ല, ഇതാ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സ്വർണ്ണാഭരണത്തിന് അല്ലെങ്കിൽ ഈ ഇതിന് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് തന്നിരിക്കുന്നു എന്ന് ബഹുമാന്യരായ നമ്മുടെ സഹോദര സംഘടനയിലെ പണ്ഡിതന്മാർ പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതേപോലെ തന്നെ മുടി കളിയാത്ത, മൊട്ട അടിക്കാത്ത ആളുകൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു എന്റെയൊക്കെ ചെറുപ്പകാലത്ത്. വെള്ളിയാഴ്ച ഒരു ബാർബർ വരും. ആ ബാർബർ വന്നാൽ 2 ഭാഗത്തും പലകൾ വെച്ചുകൊണ്ട് അതിന്റെ മധ്യത്തിൽ ആ ഭാഗത്തിലുള്ള വസാൻ എന്നാണ് പറയുക. അയാള് മൊട്ടടിക്കും. അടിക്കാത്ത പക്ഷം അയ്യയ്യേ എന്തൊരു മോശമായത്, നീ മുസ്ലിമാണോ എന്ന് സത്യമായിട്ട് ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വിശ്വസിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ കാതുകുത്ത്, ഒരു ഭാഗത്ത് 11 തോളിയാണെങ്കിൽ മറുഭാഗത്ത് 10 തോള, ഇങ്ങേപ്പുറം 10 തോളിയാണെങ്കിൽ മറ്റേ ചെവിക്ക് 9 തോള. ഇങ്ങനെ കാതുകുത്ത് കല്യാണം തന്നെ പണ്ടൊരു സമ്പ്രദായമായിരുന്നു. വിപുലമായ ഘനഗംഭീരമായ ഒരാഘോഷമായിട്ട് കാതുകുത്ത് സമ്പ്രദായം നടത്തിയിരുന്നു പണ്ടൊരു കാലം. ഇതൊക്കെ അനിഷേധ്യമായ യാഥാർത്ഥ്യങ്ങളാണ്. അന്ന് ബഹുമാന്യരായ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, അത് ഇസ്ലാമികമല്ല. ഖദീജ ബി കാതുകുത്തിയിരുന്നോ? ആയിഷ റളിയല്ലാഹു അൻഹ കാതുകുത്തിയിരുന്നോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മുജാഹിദ് പക്ഷത്ത് വന്നപ്പോൾ അവരുടെ നേരെ പടവാളും എടുത്ത് ഇറങ്ങി പുറപ്പെട്ടവനാണ് വിനീതനായ എന്നെ പോലെയുള്ള ആളുകളൊക്കെ. അങ്ങനെ പണ്ടൊരു കാലത്ത് പലതും നടന്നിട്ടുണ്ട്. വളരെ വളരെ മോശപ്പെട്ട അവസ്ഥ എല്ലാം സഹിച്ചുകൊണ്ട് അവസാനം കൊട്ടപ്പുറം സമ്പാദ്യത്തിൽ എത്തിപ്പെട്ടപ്പോൾ ഇവർ ആരെയാണ്, ഈ ജനങ്ങളെ ഏത് വഴിയിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ ഇവിടെ ഒഴിഞ്ഞ കീശയും ശൂന്യമായ കരങ്ങളുമായി പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ, നിഷ്കപടരായ, നിഷ്കളങ്കരായ 10,000-കണക്കിനുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ ഈ ദുനിയാവിൽ ഒന്നും നേടിയെടുക്കാൻ ഉദ്ദേശിക്കാതെ പ്രവർത്തിക്കുന്ന അവരുടെ ശുദ്ധമായ സമീപനവും ശുദ്ധമായ സംസാരവും പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരിക്കലും നിക്കപ്പൊള്ളി എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് 15 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സഹോദരന്മാരെ, ഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലാ റസൂൽ ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ. ഈ മറുപടി ഒരിക്കലും തന്നെ മുസ്ലിങ്ങളായ നമുക്ക് പാടില്ല. മക്കാ മുശ്രിക്കുകളോട്, അതേ അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടൊക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തിലേക്ക് വരിക, പരിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരിക എന്ന് അവരോട് പറഞ്ഞപ്പെട്ടാൽ അവർ പറയും, ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ. ഞങ്ങളുടെ കാക്കാപ്പാമാരും ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകളെല്ലാം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഞങ്ങൾ ജീവിക്കുള്ളൂ.
ഓല് നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോട്ടെ, നമ്മളെ നാട്ടിൽ നിന്ന് കേൾക്കുകയാണല്ലോ ഇപ്പോഴും. അതേപോലെ തന്നെയുള്ള മറുപടി, ആ മറുപടി അന്നത്തെ മക്കാ മുശ്രിക്കുകളുടെ മറുപടി, സഹോദരന്മാരെ, മൂമിനുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന സഹോദരന്മാരെ, ആ മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ മഅ്സൂമിങ്ങളായ പ്രവാചകന്മാരുടെ ശേഷം വന്ന ആളുകളിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകാം, കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാകാം. നിങ്ങൾ കേട്ടതുപോലെ ഞാൻ ഉന്നതമായ പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് അവർ മഅ്സൂമിങ്ങളല്ലല്ലോ. അവരുടെ വീക്ഷണത്തിൽ, അവരുടെ അഭിപ്രായങ്ങളിൽ അന്തരങ്ങളും വൈകല്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനേ സാധിക്കുകയുള്ളൂ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ഹൃദയംഗമമായി ആശംസിക്കുവാനേ നമുക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ട് എന്റെ വല്യുപ്പ പറഞ്ഞിരുന്നു പണ്ടൊരു കാലം, കുത്തുബ നിങ്ങൾ അറബി ഈ നബാത്തിയ കുത്തുബയിൽ ഏത് കുത്തുബയായാലും മൈക്കിൽ പാടില്ല, ഹറാമാണെന്നുള്ള പക്ഷക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഇന്നിപ്പോൾ മൈക്കിലാണ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നത്, ഞാനടക്കം. അദ്ദേഹത്തിന് അതുപോലെ മൈക്കിൽ മഹാനായ സദഖത്തുള്ളി പലരും മൈക്കിൽ ഖുത്ബ ഓതാൻ പറ്റില്ല, മൈക്ക് പറ്റില്ല, അത് ഹറാമാണ് തന്നെ കണിശമായി അവർ പറഞ്ഞിരുന്നു. കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ഖുർആനും ഹദീസുമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സംഘടനയിൽപ്പെട്ട സുഹൃത്തുക്കളും ആയത്തോതുന്നു, ഹദീസ് ഓതുന്നു, നമ്മളും ആയത്തോതുന്നു, ഹദീസ് ഓതുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചതുപോലെ, സഹാബി വര്യന്മാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ, താബീങ്ങളുടെ ഉത്ബോധനം പോലെയാണോ പറയുന്നത് എന്നുള്ള സത്യാന്വേഷണ ബുദ്ധിയോടുകൂടി നിഷ്പക്ഷമായി പരിശോധിച്ചുകൊണ്ട് സത്യത്തിലേക്ക് നമ്മൾ കയറണം. ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവരെല്ലാ തർക്കവിതർക്കങ്ങളും എല്ലാ സംവാദങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി നിഷ്പക്ഷമായിട്ട് കേൾക്കും, സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനെ അവർ പിന്തുടരുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളാണ് ഹിദായത്തിലുള്ള ആളുകൾ, അവരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിയുള്ള ആളുകൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷൻ എന്ന ഈ ഗുരുസായ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് മുഹമ്മദ് ബഷീർ ദാരിമി. നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്നും 1990 ദാരിമി ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് കൂളിമാട്, വെളിമുക്ക്, കാവനൂർ, മുതുപറമ്പ് എന്നിവിടങ്ങളിൽ ദർസ് നടത്തി. 15 വർഷത്തോളം സമസ്ത വിദ്യാഭ്യാസ ബോർഡിൽ നന്ദി റേഞ്ച് അടക്കം മുഫത്തിഷായി സേവനമർപ്പിച്ചു. ബഹുമാനപ്പെട്ട ബഷീർ ദാരിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. ബഹുമാനമുള്ള നേതാക്കളെ, മുജാഹിദ് സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, 1989 നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. 1994 വരെ മുദരിസായും 94 മുതൽ 2005 വരെ കേരളത്തിലും 2005 മുതൽ 2008 വരെ അണ്ടമാൻ നിക്കോബാർ ദ്വീപിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിസായി സേവനം ചെയ്തു വരികയായിരുന്നു.
പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും മാത്രമല്ല ശാഫിഈ മദ്ഹബിലെ പ്രാമാണിക കിതാബുകളും മുതാല വായിക്കുവാനും പഠിക്കുവാനും സൗകര്യപ്പെട്ടതനുസരിച്ച് കേരളത്തിലെ സുന്നികൾ വിശ്വസിച്ചു വരുന്ന ആചരിച്ചു വരുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും ഈ സംഘടനയുമായി അടുക്കുവാനും കാരണമായത്. മുഫത്തിഷായി സേവനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള 1-2 അനുഭവങ്ങൾ ഞാൻ പ്രമാണങ്ങളിലൂടെ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ നാട്ടിൽ ഒരു സ്ത്രീ മരിക്കാനിടയായി, ഇടവണ്ണപ്പാറക്കടുത്ത് മപ്പുറം പ്രദേശത്ത്. അന്ന് മുദരിസായ ഒരു AP വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ജനാസ വഹിച്ചു പോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിക്കൊടുത്തു. ജനങ്ങളത് ഏറ്റു ചൊല്ലി. മുജാഹിദ് പ്രവർത്തകർ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിക്ർ നമ്മുടെ നാട്ടിൽ പുതിയതാണ്. അത് സംബന്ധമായി നോട്ടീസ് അടിക്കുകയും ചർച്ചയും നാട്ടിൽ നടന്നപ്പോൾ വിനീതനായ ഞാൻ ആ മുദരിസിനെ നേരിൽ കണ്ടുകൊണ്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ദിക്റിന്റെ ഏർപ്പാട് നേരത്തെ ഇല്ല. നിങ്ങളതിപ്പോ തുടങ്ങിയപ്പോൾ മുജാഹിദിന്റെ ആളുകൾ അതുമായി സംസാരവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് മറുപടി നൽകണമല്ലോ, എന്താണ് നിങ്ങളെ പ്രമാണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ പറയേണ്ട സമയമാകും, പറയേണ്ട ആളുകൾ വന്നിട്ട് പറയും. കാരണം ഞാൻ ഈക്കന്റെ ആളാണ്, മുജാർ ഏപ്പിന്റെ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞങ്ങൾ പറയണം. സ്വന്തം ചെലവിൽ ഞാനും എന്റെ സുഹൃത്തും 4-5 തവണ പരസ്യമായി സ്റ്റേജ് കെട്ടി ശാഫിഈ മദ്ഹബ് പ്രകാരം. കാരണം അന്ന് ഞങ്ങളുടെ പ്രമാണം ശാഫിഈ മദ്ഹബാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം മയ്യത്ത് വഹിച്ചു പോകുമ്പോൾ മൗനമായിട്ടാണ് പോകേണ്ടത് എന്ന് ഞങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു. ശാഫിഈ മദ്ഹബിന്റെ റൂള് ഫത്വൽ മുഈൻ എന്ന കിതാബ് ഓതുന്ന ഏത് മുതഅല്ലിമീങ്ങൾക്കും അറിയും. ഫത്വൽ മുഈൻ മുഴുവൻ ഓതണം, ഇടയ്ക്ക് വെച്ച് മതിയാക്കരുത്. അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, വഅലം അന്നൽ മുഅ്തമദ ലിൽ ഹുക്മി വൽ ഫത്വ മത്തഫഖ അലൈഹി ശൈഖാനി. ഒരു മുസ്ലിയാർക്ക് ഫത്വ നൽകണമെങ്കിലും ഒരു ഖാദിക്ക് വിധി പ്രഖ്യാപിക്കണമെങ്കിലും ശാഫിഈ മദ്ഹബിൽ അവലംബമാക്കേണ്ടത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും ഒത്തു പറഞ്ഞതാണ്. അവർ തമ്മിൽ അഭിപ്രായ അനൈക്യമാകുമ്പോൾ ഇമാം നബവി പറഞ്ഞതിന് പ്രാമുഖ്യം നൽകണം എന്നതാണ് ശാഫിഈ മദ്ഹബിന്റെ റൂള്. ഖാല സൽഹൂദി മാ സാര മശായിഖുനാ യൂസീനാ ബിൽ ഇഫ്താഇ ബിമാ റജ്ജഅഹു ശൈഖാനി. ഇമാം നബവിയും റാഫിയും പ്രാമുഖ്യം നൽകിയത് അനുസരിച്ച് ഫത്വ നൽകണമെന്ന് നമ്മളോട് നമ്മുടെ മശായിഖുമാർ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന് എതിരായിട്ട് എത്ര ആളുകൾ പറഞ്ഞാലും അത് അവഗണിച്ച് കളയണമെന്നും ഞങ്ങളുടെ മശായിഖുമാർ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യാറുണ്ടായിരുന്നു. وقال الشيخ ابن زياد وجيه الدين عبد الرحمن بن زياد رحمة الله عليه പറഞ്ഞു, يجب علينا في الغالب ما رجعه الشيخان. സാധാരണഗതിയിൽ ഇമാം നബവി റാഫിഈ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വഇൻ നുഖില അനിൽ അക്സരീന ഖിലാഫുഹു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന് എതിരായിട്ട് ധാരാളം ആളുകളാൽ ഉദ്ധരിക്കപ്പെട്ടാലും ശരി, നബവി ഇമാം പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത് എന്ന ശാഫിഈ മദ്ഹബിന്റെ റൂള് വെച്ചുകൊണ്ട് ഞാൻ ഇമാം നബവിയുടെ അദ്കാറിൽ നിന്ന് ചില വരികൾ വായിച്ചു കേൾപ്പിച്ചു. വഅലം അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു. നീ അറിയണം, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, നബവി ഇമാം എന്ന് പറഞ്ഞാൽ ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനല്ല. രണ്ടാം ഷാഫിഈ മദ്ഹബിന്റെ മുഹദ്ദിർ എഡിറ്റർ എന്ന പേരിലാണ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ടത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത് 204-ലാണ്. നബവി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് 631-ലാണ്. കൃത്യമായി പറഞ്ഞാൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായി 427 4.5 നൂറ്റാണ്ടോളം കഴിഞ്ഞതിന്റെ ശേഷമാണ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. നബവി ഇമാം പറയുന്നു, നീ അറിയണം, അന്ന സ്വവാബ തീർച്ചയായിട്ടും ശരി,
അൽ മുഖ്താർ മാ കാന അലൈഹി സലഫു സ്വഹാബത്തിന്റെ മാർഗം അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസതി, ജനാസയോടൊപ്പം നടക്കുമ്പോൾ മൗനമായി പോവലാണ്. ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക, അതുകൊണ്ട് ഖുർആൻ കൊണ്ടോ ദിക്ർ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ശബ്ദം ഉയർത്തപ്പെടാവതല്ല. വൽ ഹിക്മതു ഫീഹി ളാഹിറത്തുൻ, അതിലെ യുക്തി വളരെ വ്യക്തമാണ്. വഹിയ അന്നഹു അസ്കനു ലിഖാതിരിഹി, അവന്റെ മനസ്സിന് അടക്കം കിട്ടൽ അങ്ങനെ പോയാലാണ്. വ അജ്മഉ ലിഫിക്രിഹി, അവന്റെ മനസ്സിനെ ഒരുമിച്ച് കൂട്ടുന്നത്. ഫീമാ യതഅല്ലഖു ബിൽ മയ്യത്തി, മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടക്കവും ഒതുക്കവും അവന്റെ മനസ്സിന് കിട്ടണമെങ്കിൽ ശബ്ദമില്ലാതെ പോകണം. വഹുവൽ മത്ലൂബു ഫി ഹാദൽ ആലി, ആ സന്ദർഭത്തിൽ തേടപ്പെടുന്നത് അതാണ്. ഫഹാദാ ഹുവൽ ഹഖ്, അതുകൊണ്ട് ഇത് ഈ പറഞ്ഞത് മൗനമായി പോകൽ ഹുവൽ ഹഖ്, അത് തന്നെയാണ് സത്യം. വലാ തഗ്തറ ബികസറത്തി മൻ യുഖാലിഫുഹു, ഈ പറഞ്ഞതിന് എതിരായി പറയുന്ന ആളുകളെ ബാഹുല്യം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, നീ അത് സ്വീകരിക്കരുത്. ജനാസ വഹിച്ചു പോകുമ്പോൾ മൗനമായി പോകണം എന്ന് ബഹുമാനപ്പെട്ട രണ്ടാം ശാഫിഈയായിട്ടുള്ള മുഹദ്ദിറുൽ മദ്ഹബായിട്ടുള്ള ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്ഥാപനത്തിലെ അദ്കാർ, ആ അദ്കാറിനെടുത്ത് വായിച്ചതും ജനാസ വഹിച്ചു പോകുമ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിപ്പോകുന്ന ആളുകൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കിനെ മാറ്റിവെച്ചു. ശാഫിഈ മദ്ഹബിലെ ആളുകൾ എന്ന് പറയുന്നവർ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ രണ്ടാം ഷാഫിയായ നബവി ഇമാമിന്റെ വാക്കിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാത്രമേ ദിക്ർ ചൊല്ലിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ശാഫിഈ മദ്ഹബിലെ കിതാബുകൾ മുജാഹിദുകൾക്ക് പ്രമാണമല്ല. പരിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും അനുകൂലമായി കൊണ്ട് ആരൊക്കെ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ മുജാഹിദുകൾ ബാധ്യസ്ഥരാണ്. ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും എതിരായിക്കൊണ്ട് ആരൊക്കെ പറഞ്ഞാലും പേര് എത്ര വലുപ്പമുണ്ടായാലും അത് പ്രമാണമായി സ്വീകരിക്കുകയില്ല എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഞാനിത് പറയുന്നത് ഇമാം നബവി റഹ്മത്തുള്ളാഹിയുടെ വാക്ക് മാറ്റിവെച്ചാൽ മുതഅഖിരീങ്ങളിൽപ്പെട്ട പ്രമുഖ പണ്ഡിതനായിരിക്കുന്ന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ തുഹ്ഫയിൽ പറയുന്നത് ذاكرا بلسانه سرا لا جهرا لأنه بدعة قبيحة. ജനാസ വഹിച്ചു പോകുമ്പോൾ നാക്കുകൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലി പോകണം. ഇത് മുജാഹിദുകൾക്ക് പ്രമാണമല്ല. ഞാനത് പ്രത്യേകം മൂന്നി പറയുന്നു. നാക്കുകൊണ്ട് ദിക്ർ ചൊല്ലണമെന്ന് സമ്മതിച്ചല്ലോ എന്ന് പറയണ്ട. നിങ്ങളെ കിതാബിൽ ഉള്ളത് നിങ്ങൾ ചെയ്യുന്നതിന്റെ എതിരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്. സിറായിട്ട് ദിക്ർ ചൊല്ലി പോകണം. ലാ ജഹ്റൻ, ജഹ്റായിട്ട് പറ്റൂല. ലിഅന്നഹു ബിദ്അത്തുൻ ഖബീഹത്തുൻ, ജഹ്റായിക്കൊണ്ട് ദിക്ർ ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകൽ അത് നീചമായിരിക്കുന്ന അജാചാരമാണ് എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫയിൽ പറയുന്നു. നമ്മുടെ നാട്ടിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാറുണ്ട്. എങ്ങനെയാ ദിക്ർ ചൊല്ലുന്നത്? സിറായിട്ടാണ്. സിറ് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന് കേൾപ്പിക്കലാണ്. നമസ്കാരത്തിൽ നാം അത്തഹിയ്യാത്ത് ഓതുന്നത് പോലെ ഓതുന്നവൻ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, അങ്ങനെ ദിക്ർ ചൊല്ലാൻ പാടുള്ളൂ എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുള്ളത്. ജഹ്ർ എന്ന് പറഞ്ഞാൽ സമീപത്തുള്ളവനെ കേൾപ്പിക്കാനാണ്. സമീപത്തുള്ളവൻ കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദം ഉയർത്തിയാൽ അതിന് ജഹ്ർ എന്നാണ് എന്നാണ് ഭാഷാപരമായ കിതാബ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പറയുമ്പോൾ അവർ പറയും വാങ്ക് വിളിക്കുമ്പോ തർജീഹ് സുന്നത്താണെന്ന് ഫത്വയിൽ പറഞ്ഞിട്ടുണ്ട്. തർജീഹ് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ഉച്ചത്തിൽ പറയുന്നതിന്റെ മുമ്പ് പതുക്കെ ഒന്ന് ആവർത്തിച്ചിട്ട് പറയാം. ഇവിടെ സിർറൻ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ തന്നെ കാണാം സമീപത്തുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ
അപ്പം സമീപത്തുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ ചൊല്ലുന്നതിനും സിർറ് എന്ന് പറയുമല്ലോ എന്ന് പറയണ്ട. കാരണം ഇയാനത്തു താലിബീനിൽ സയ്യിദുൽ ബക്കരി അവിടെ തന്നെ പറയുന്നു, വഹാദാ തഫ്സീറു മുറാദ്. സമീപത്തുള്ളവർ കേൾക്കത്തക്ക വിധത്തിൽ എന്നാണ് സിറിന്റെ മാന എന്ന് പറഞ്ഞത്, അർത്ഥം എന്ന് പറഞ്ഞത്. ഇത് ഇവിടുത്തെ മുറാദ് വിവരിച്ചതാണ്, അതല്ലാതെ സിറിന്റെ അർത്ഥം പറഞ്ഞതല്ല. കാരണം സിറ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കലാണ്. കാരണം ജഹ്റിന്റെ മാറ്റമാണ് സിറ്. ജഹ്ർ എന്ന് പറഞ്ഞാൽ സമീപത്തുള്ളവനെ കേൾപ്പിക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ജനാസ വഹിച്ചു പോകുമ്പോൾ കേരളത്തിലെ സുന്നികൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിക്കൊണ്ട് പോകുന്നത് ശാഫിഈ മദ്ഹബിന് തന്നെ എതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എന്റെ നാട്ടിൽ ദിക്ർ ചൊല്ലിയപ്പോൾ ഈ വസ്തുതകൾ പ്രമാണം വെച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ പ്രാമാണിക കിതാബുകൾ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് 5 തവണ സ്റ്റേജ് കേട്ട് ഞാൻ പ്രസംഗിച്ചു. അന്നും ഞാൻ സബത്ത് കൂടെ മുഖത്തശായി. പിന്നീട് അന്തമാൻ നിക്കോബാറിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ ഒരു സംഭവം ഉണ്ടായി. റേഞ്ച് മീറ്റിംഗ് നടക്കുമ്പോൾ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ റൈറ്റ് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ചില സുന്നത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം പരലോകത്ത് വെച്ച് പുണ്യം കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാവണം. 2-ാം അധ്യായത്തിന്റെ 177-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അതിന്റെ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. വാങ്ക് വിളിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ. അത് പറയാൻ കാരണം അന്തമാൻ നിക്കോബാർ ദ്വീപിൽ ഒട്ടുമിക്ക പള്ളികളിലും വാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലാൻ പാടില്ല, അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും ഇത് കേട്ട്. കാരണം മുഹദ്ദിസാണല്ലോ പറയുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ സമത്തന്റെ മദ്രസ ഇൻസ്പെക്ടറായിട്ടുള്ള ഞാൻ പറയാം, സമത്തന്റെ പാഠപുസ്തകത്തിൽ വാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ല് സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഒറ്റ മുസ്ലിയാർക്കും എല്ലാം ഉത്താതെ നമ്മൾ പഠിപ്പിക്കുന്ന ബുക്കിലുണ്ടല്ലോ എന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം ഓര് പഠിപ്പിക്കണ ഓർക്കെന്നെ ഓർമ്മയില്ല. അങ്ങനെ സമ്മേളനം മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു. റൗദത്തുൽ അറബി കോളേജിൽ പ്രിൻസിപ്പാളായിട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആനമങ്ങാട് അവിടുത്തെ ശേഷം അദ്ദേഹത്തിന് ഇവരൊക്കെ ഫോൺ ചെയ്തു, ഉസ്താദെ മുഫത്തിഷ് മീറ്റിംഗിൽ വെച്ചിട്ട് വാങ്ങിന്റെ മുമ്പ് സ്വലാത്ത് സുന്നത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിൽ 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ സ്വലാത്ത് സുന്നത്തുണ്ടെന്ന്, പിന്നെങ്ങനെ മുഫത്തിഷ് പറഞ്ഞത്? ഞാൻ കോളേജിൽ വന്നപ്പോൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നോട് പറഞ്ഞു, എല്ലാ താരിമേ നിങ്ങൾ മീറ്റിംഗിൽ വെച്ചിട്ട് വാങ്ങിന്റെ മുമ്പ് സ്വലാത്ത് ഇല്ലാന്ന് പറഞ്ഞു. ആ പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾ പറയാ, നമ്മളെ ബുക്കിലില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദേ ബുക്ക് നിങ്ങളെ പോലത്തെ വലിയ മൂലന്മാർ എഴുതിണ്ടാക്കിയല്ലേ, അതിലെന്തൊക്കെ ഉണ്ടാവും. ഇത് പറയുന്നതോടുകൂടെ എനിക്ക് തലയ്ക്ക് മീതെ പെരുത്ത് പറക്കാൻ തുടങ്ങി. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ വട്ടം കറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഞാൻ വിചാരിച്ചു, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും പറയലാണ് മുജാഹിദ് പ്രസ്ഥാനമെങ്കിൽ ആരാന്റെ ചോറ് പിടിച്ചിട്ട് 20 കൊല്ലക്കാലം കിതാബ് ഓതി പിടിച്ചിട്ട് കോളേജിൽ പോയിട്ട് ഒരു ശലതും വാങ്ങി വന്ന് അത് ഫ്രെയിം ചെയ്ത് ചുമരുമ്പ് തൂക്കാൻ, അത് ചുമരുമ്പ് തൂക്കിയ നമ്മൾ ഇവർ ഈ എഴുതി വിടുന്ന ഈ ബിദ്അത്തുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരന്മാര്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും പറയലാണ് ഈ മുജാഹിദിന്റെ പ്രവർത്തനമെങ്കിൽ ഇൻഷാ അല്ലാഹ് മുജാഹിദിന്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. സഹോദരന്മാരെ, വാങ്ങിന്റെ മുമ്പുള്ള സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് സംബന്ധമായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമർത്ഥ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകത്തിൽ 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, വാങ്ങിന്റെയും ഇഖാമത്തിന്റെയും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും സുന്നത്താകുന്നു. ഇ കെ വിഭാഗത്തിന്റെ 3-ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകം. കേരള നദ്വത്തുൽ മുജാഹിദീൻ മദ്രസ പാഠപുസ്തകത്തിൽ പറയുന്നു, വാങ്ങും ഇഖാമത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്നത് ശരിയല്ല. സമർത്ഥക്കാരന്റെ മദ്രസ പാഠപുസ്തകത്തിൽ പറയുന്നു, വാങ്ങ് വിളിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്താണ്. മുജാഹിദ് മദ്രസ പാഠപുസ്തകത്തിൽ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്തില്ല. ഇനി ശാഫിഈ മദ്ഹബിലെ ചില കിതാബ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം.
ഇവർ ശാഫിഈ മദ്ഹബുകാരാണെന്ന് പറയാന്നല്ലാതെ ശാഫിഈ മദ്ഹബുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. ഇവർക്ക് മാഫി മദ്ഹബ ഒരു മദ്ഹബുമില്ല. ഇവരൊരു പോക്കാണ്. എനിക്ക് വളരെ തുച്ഛ സമയമാണ് ഇവിടെ പ്രസംഗിക്കാൻ, അതുകൊണ്ട് ചുരുക്കി പറയാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജിൽ പറയുന്നു, വലികുല്ലിൻ എല്ലാവർക്കും സുന്നത്താണ്, വാങ്ക് വിളിച്ചവനും കേട്ടവനും, അൻ യുസല്ലിയ അവൻ സ്വലാത്ത് ചൊല്ലൽ, അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ ബഅദ ഫറാഇഹി വാങ്കിൽ നിന്ന് വിരമിച്ചതിന് ശേഷം. വാങ്ങിന്റെ മുമ്പ് സ്വലാത്ത് സുന്നത്തില്ല. മഹല്ലി പറയുന്നു, വയുസല്ലു ലികുല്ലി മിനൽ മുഅദ്ദിനി വസാമിഇഹി അൻ യുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഫറാഇഹി വിരമിച്ചതിന് ശേഷം മുമ്പ് സുന്നത്തില്ല. ഇത് മുസ്ലിംമാർക്ക് മനസ്സിലാവും. ഉംദത്തു സാലിഖ് എന്ന കിതാബിൽ പറയുന്നു, വയുംറബു ലിൽ മുഅദ്ദിനി വലിസാമിഇഹി ബഅദ ഫറാഇഹി ദിക്റു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഅദ ഫറാഇഹി വാങ്കിൽ നിന്ന് വിരമിച്ച ശേഷം. ഇനി അതുപോലെ തന്നെ മുഖദ്ദിമത്തുൽ ഹദ്റമിയ്യ എന്ന കിതാബിൽ കാണാം, ശാഫിഈ മദ്ഹബിലെ പ്രാമാണികമായിരിക്കുന്ന കിതാബിലൊക്കെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളും പറഞ്ഞത്, വാങ്ങിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവരോടൊരു ചോദ്യം, ഫതാവ മുഹയ്യിസുന്നയിൽ പൊന്മളക്കാരൻ മുസ്ലിയാർ എഴുതുന്നു, അദ്ദേഹത്തോടൊരു ചോദ്യം. ആരോട്? പൊന്മളയോട്. വാങ്ങിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക. ഈ ചോദ്യത്തിന്റെ മറുപടി പൊന്മളക്കാരൻ പറയുന്നത് ഉത്തരം. ഇതേ ചോദ്യം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹദീസുകളിലൊന്നും വാങ്ങിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ആരാ പറഞ്ഞത്? മുതഅഖിരീങ്ങളിൽപ്പെട്ട പ്രമുഖരായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവர்கள் വാങ്ങിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലണമെന്ന് പരാമർശിച്ചതായിട്ട് ഹദീസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും തദൈവ. അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. കാരണം രേഖയില്ലാത്ത ശറഇൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാത്തതല്ല. ഫതാവൽ കുബ്ര ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. ശറഇൽ ഒരു കാര്യം രേഖയില്ലാതെ ഉണ്ടാക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, സ്വലാത്ത് ചൊല്ലുന്നതിന് രേഖയില്ലേ ഇസ്ലാമിൽ? സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? സ്വലാത്ത് ചൊല്ലാതെ നമ്മുടെ നമസ്കാരം സഹിയാകുമോ? സ്വലാത്ത് ചൊല്ലാതെ നമ്മുടെ ഖുതുബ സഹിയാകുമോ? സ്വലാത്തിന് രേഖയുണ്ട്. പക്ഷേ വാങ്ങിന്റെ മുമ്പ് പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാൻ ദീനിൽ രേഖയില്ല. അതുകൊണ്ട് വാങ്ങിന്റെ മുമ്പ് സ്വലാത്ത് സുന്നത്തില്ലെന്ന് പറയുന്നത് ശാഫിഈ മദ്ഹബിലെ മുതഅഖിരീങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സമർത്ഥക്കാരൻ പറയുന്നു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. മുസ്ലിയാക്കന്മാരെ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ശാഫിഈ മദ്ഹബാണോ? വിനീതമായി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വാങ്ക് വിളിച്ചതിന്റെ ശേഷമുള്ള പ്രാർത്ഥന സമർത്ഥക്കാർ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي വഅത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഈ പ്രാർത്ഥനയിൽ സമർത്ഥക്കാരന്റെ വക പലതും കടത്തിക്കൊണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നദവത്തുൽ മുജാഹിദീൻ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതിൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي വഅത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വദ്ദറജത റഫിയ തങ്ങളെ വക കൂട്ടിയതാണ്. വർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അത് എസ്തറേ ഫിറ്റിംഗ് ആണ്. അത് പ്രവാചകൻ പഠിപ്പിച്ചതല്ല. രേഖയില്ലാതെ ദീനിൽ ഒരു കാര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, നിങ്ങളൊക്കെ ഫത്ഹുൽ മുഈൻ ഓതിയിട്ടുണ്ടല്ലോ. ഫത്ഹുൽ മുഈനിൽ വാങ്ങിന് ശേഷം പ്രാർത്ഥന സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, കേരള നദവത്തുൽ മുജാഹിദീൻ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന രൂപത്തിൽ മാത്രമാണ് ഫത്ഹുൽ മുഈനിലുള്ളത്. ഇമാം നബവിയുടെ അദ്കാറിലുള്ളത് മുജാഹിദ് പുസ്തകത്തിലുള്ളത് പോലെയാണ്.
ഇബ്നു ഹജറിന്റെ തുഹ്ഫയിലുള്ളത്, ഇമാം റംലിയുടെ നിഹായയിലുള്ളത്, ബുജൈരി അൽ ഖതീബിലുള്ളത്, ബുജൈരി അൽ മൻഹജിലുള്ളത്, മുഗ്നിൽ മുഹ്താജിലുള്ളത്, അഫ്സൽ അൽ മതാലിബിലുള്ളത്, ശാഫിഈ മദ്ഹബിലെ പ്രാമാണിക കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നത് മുജാഹിദിന്റെ മദ്രസ പാഠപുസ്തകത്തിലുള്ളത് പോലെയാണ്. നിങ്ങളുടെ മദ്രസ പാഠപുസ്തകത്തിലുള്ളത് പോലെയല്ല. എന്ത് പറയാൻ? രേഖയില്ലാതെ അള്ളാഹുവിന്റെ ദീനിൽ പലതും കടത്തിക്കൂട്ടിയ ആളുകളാണ് നിങ്ങൾ. ഇത് ജനത്തിന്റെ മുമ്പിൽ തുറന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ ആകെ കൂട്ടിമാറ്റിക്കളയും. പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ ആകെ തർബാറാക്കി കളയും. ഈ സത്യം തുറന്നു പറയുന്ന സംഘടന മുജാഹിദ് അല്ലാതെ മറ്റേത് പ്രസ്ഥാനമാ ഉള്ളത്? സഹോദരന്മാരെ, നിങ്ങൾ കുരുന്ന മക്കളെ ഉളു എടുക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ ഉളു എടുക്കേണ്ടത് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഉളുവിന്റെ ആരംഭത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഉളു എടുക്കേണ്ടത് നിങ്ങൾ പഠിപ്പിക്കുന്നത്. മുജാഹിദിന്റെ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഉളു എടുക്കുകയാണെന്ന കരുത്തോടുകൂടെ, ബോധത്തോടുകൂടെ, നെയ്യത്തോടുകൂടെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഉളു ആരംഭിക്കണം. അത്രേ പറയുന്നുള്ളൂ. ഉളുവിന്റെ ആരംഭത്തിൽ ഒന്നും ചൊല്ലാൻ വേണ്ടി മദ്രസ പാഠപുസ്തകത്തിൽ മുജാഹിദുകൾ പഠിപ്പിക്കുന്നില്ല. എന്താ പഠിപ്പിക്കാത്തതിന്റെ കാരണം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ. അദ്കാറിൽ നിന്ന് ഞാൻ വായിക്കാം. قال بعض اصحابنا ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞു. ആരാണ് ആ ചില ആളുകൾ? അശ്ശൈഖ് അബുൽ ഫത്ഹ് തഫ്സീറുൽ മുഖദ്ദസ് സാഹിദ് എന്ന പണ്ഡിതൻ പറഞ്ഞു, യുസ്തഹബ്ബു ലിൽ മുതവല്ലി ഉളു എടുക്കുന്നവന് സുന്നത്താക്കപ്പെടും അൻ യഖൂല അവൻ പറയൽ ബഅദ തസ്മിയത്തി ബിസ്മി ചൊല്ലിയതിന്റെ ശേഷം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയൽ സുന്നത്താണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാർ ശ്രദ്ധിക്കണം. രണ്ടാം ഷാഫിയായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദല്ലദീ ഖാലഹു ലാ ബഅസ ബി. അശ്ശൈഖ് അബുൽ ഫത്ഹ് തഫ്സീറുൽ മുഖദ്ദസ് സാഹിദ് പറഞ്ഞത് തരക്കടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ തെങ്ങുമെന്ന് വീട് എത്തും പറ്റിയില്ല, തല പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഒരു കുഴപ്പമില്ല. ഇല്ലാ അന്നഹു ലാ അസ്ല ലഹു മിൻ ജിഹത്തി സുന്നത്തി. പ്രവാചകന്റെ സുന്നത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഉളൂവിന്റെ ആരംഭത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലാൻ ഒരു രേഖയില്ല എന്ന് പറയുന്നത് മുജാഹിദിന്റെ പ്രസിഡന്റല്ല, രണ്ടാം ഷാഫിയായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. ഇമാം നബവി പറഞ്ഞതുപോലെയാണോ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. ഉളു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഷഹാദത്ത് കലിമ ചൊല്ലിയതിന്റെ ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. മുജാഹിദിന്റെ പാഠപുസ്തകത്തിൽ അത്രേ ഉള്ളൂ. സമത്വകാരം പഠിപ്പിക്കുന്നത് കാണാം, വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ. നിങ്ങളെ വക കൂട്ടിയതാ. ഞാൻ ചോദിക്കട്ടെ, ഫത്തുൽ മീൻ ഓതിക്കും നിങ്ങൾ? ഫത്തുൽ മീൻ ഓതുമ്പോ ഫത്തുൽ മീൻ ഉണ്ടോ? വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ ഇല്ല. ഷാഫിഈ മദ്ഹബിന്റെ പ്രാമാണിക കിതാബിൽ പറയപ്പെട്ടത് പോലെയല്ല നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഈ വസ്തുത ജനത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞതിന്റെ പേരാണ് മുജാഹിദ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നതിന്റെ ശേഷം പ്രത്യേകമായിട്ട് വേറൊരു കിതാബൊന്നും ഓതിയിട്ടില്ല. മുമ്പ് ഓതിയൊക്കെ എന്നെ പറയുന്നത് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണഗതി ഞാൻ വിചാരിച്ചിരുന്നത് മുജാഹിദിന്റെ നേതാക്കന്മാർ സ്വകാര്യമായിട്ട് കണ്ടിട്ട് പറയും, ദാരിമി പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് പറയരുത്, ഇത് പറയണം, അങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചത്. അവരാരും ഇതുവരെ നിങ്ങൾ ഇന്നതേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. കാരണം പഠിച്ചതായിട്ട് പറഞ്ഞാൽ മതി. പള്ളി നിർത്തുന്ന ഓതി പഠിച്ചതുപോലെ ഒരു മുസ്ലിയാര് പറയുകയാണെങ്കിൽ സമസ്ത എന്ന പ്രചാരം ഈ കേരളത്തിൽ സഹോദരന്മാരെ ഉറപ്പാണ്. നിങ്ങളൊന്ന് പറയും, ഷാഫിഈ മദ്ഹബിലെ കിതാബ് എടുത്ത് നോക്കി ഫത്വൽ മീന്റെ വ്യാഖ്യാന ഗ്രന്ഥമായിട്ടുള്ള ഇയാനത്ത് താലിബിൽ കാണാം, വെള്ളിയാഴ്ച രണ്ടാമത്തെ വാക്ക് കൊടുക്കൽ സുന്നത്താണെന്ന് ഷാഫിഈ മദ്ഹബിൽ ഒരു പണ്ഡിതരും പറഞ്ഞിട്ടില്ല. എടുത്തു നോക്കി ഫത്വൽ മീന്റെ വ്യാഖ്യാന ഗ്രന്ഥം ഇല്ലെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹുവിന്റെ ദീനിൽ രേഖയില്ലാതെ ഒരു സംഗതി ഉണ്ടാക്കാൻ പറ്റൂല. കാരണത്തെ അള്ളാന്റെ മതം. ജമ്മുൽ ജവാബി ഓദിച്ച മുജമ്മർക്ക് കാണാം, വൽ ഹുക്മു ഖിതാബുല്ലാഹ്, ഹുക്മ് അള്ളാഹുവിന്റെ ഖിതാബ. വമിൻ സമ്മ, ഈ കാരണത്തിന് വേണ്ടി ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, ഹാക്കിമ് അല്ലാഹ് മാത്ര. ദീനിൽ ഒരു കാര്യം പറയാനുള്ള അധികാരം അള്ളാഹ്ക്കാണ്, വേറെ ആർക്കുമില്ല. ജമ്മുൽ ജവാബിയിൽ കാണാം,
ജമ്മുൽ ജവാമിയിൽ കാണാം. ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായിട്ടുള്ള പ്രവാചകന്റെ സുന്നത്ത് പറയും. മുസ്ലിയാക്കന്മാർക്ക് ശ്രദ്ധിക്കണം. ജമ്മുൽ ജവാമിയിൽ ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ പ്രവാചകന്റെ സുന്നത്തിന്റെ ചർച്ച ആരംഭിക്കുന്നത് ولتوقف حجية السنة على عصمة النبي صلى الله عليه وسلم بدأ بها ذاكرا جميع الأنبياء لزيادة الفائدة فقال الأنبياء محسوبون. പ്രവാചകന്മാര് പാപ സുരക്ഷിതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. എന്തിന് പ്രവാചകന്റെ സുന്നത്ത് ദീനിൽ പ്രമാണമാണെന്ന് പറയുമ്പോൾ പ്രവാചകന്മാര് പാപ സുരക്ഷിതർ എന്ന് എന്തിന് പറയണം എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ആരംഭത്തിൽ സുബുക്കി പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ദീനിൽ പ്രമാണമായത് നബി പാപ സുരക്ഷിതൻ ആയതുകൊണ്ടാണ്. നബി പാപ സുരക്ഷിതൻ അല്ലെങ്കിൽ നബിയിൽ അബദ്ധം സംഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ പള്ളി ദർസിൽ തഫ്സീർ ജലാലയിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന രൂപത്തിൽ ആയിരുന്നു പ്രവാചകനെങ്കിൽ പ്രവാചകന്റെ സുന്നത്തും ദീനിൽ പ്രമാണമല്ല. സഹോദരന്മാർ, ഈ ഒരൊറ്റ വാക്ക് പോലെ മുജാഹിദാവാൻ നിങ്ങൾ നടത്തുന്ന ഏർപ്പാടുകൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത എത്ര ഏർപ്പാടുകൾ നടത്തുന്നുണ്ട്. ദീനിൽ ഒരു കാര്യം പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ അത് പാപ സുരക്ഷിതനായിരിക്കുന്ന പ്രവാചകൻ പറഞ്ഞിരിക്കണമെന്ന് പള്ളി ദർസിൽ വെച്ച് നമ്മൾ പഠിച്ചതാണ്. ഈ പള്ളി ദർസിൽ വെച്ച് പഠിച്ചതായി പറയുന്നതൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന മുസ്ലിയാക്കന്മാർ, ഈ പറയപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അരമണിക്കൂർ ഇരിക്കാൻ തയ്യാറുണ്ട്. അരമണിക്കൂറല്ല, നിങ്ങളെ സംശയം തീരുന്നവരെ ഇരിക്കാൻ തയ്യാറാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇത് സംബന്ധമായി ഇത് പഠിച്ചിട്ടാ പോകുന്നത്. കേട്ട് തീരെ പറയില്ല, കണ്ടതന്നെ പകുതിയെ പോലെയുള്ളൂ. കൃത്യമാണ് ഈ പറയുന്നത്. ഈ പറയപ്പെട്ട നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ ഒട്ടേറെ ബിദ്അത്തുകൾ പഠിപ്പിക്കുന്നുവെന്ന് പ്രമാണം കൊണ്ടല്ല, നിങ്ങളെ ശാഫിഈ കിതാബ് കൊണ്ട് തെളിയിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോളി. സംഘാടകരോട് സമയം അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒഴിവരിക്കാം. അരമണിക്കൂറാക്കണ്ട. ഇനി അരമണിക്കൂർ ഇരിക്കാൻ നിങ്ങൾക്ക് ബോധ്യമുണ്ടതാ. ഇപ്പൊ തന്നെ എനിക്ക് ഈ പരിപാടി അവസാനിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് സക്കരിയ സലാഹി ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെ സംശയം തീർക്കാൻ ആരോഗ്യപരമായ രൂപത്തിൽ സംശയമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ തീർക്കാം. അരമണിക്കൂർ സംഘാടകർ അതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി ഇൻഷാ അല്ലാഹ് സക്കരിയ സലാഹി അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളിച്ചതും ഈ പറയുന്നതും കേൾക്കുന്നതും പോലെ ഇഷ്ടപ്പെട്ട ഒരു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം കൂടെ പറയട്ടെ. ISM സംസ്ഥാന ക്യാമ്പയിൻ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഏരിയ പ്രചരണ സന്ദേശ ജാഥ കടന്നു പോകുന്നു. ഏരിയ സമ്മേളനം നടക്കുന്നു, സ്ക്വാഡ് വർക്ക് നടക്കുന്നു. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അത് വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്ന് എന്റെ സംഘാടകരോടും നാട്ടുകാരോടും സഹോദരന്മാരോടും ഞാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ലളിതമായ വാക്കുകളിലൂടെ, അനുഭവങ്ങളിലൂടെ, പ്രമാണങ്ങളിലൂടെ നമ്മളുടെ ശ്രദ്ധ ക്ഷണിച്ച മുഹമ്മദ് ബഷീർ ദാരിമിക്ക് സംഘാടക സമിതിയുടെ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഹുസൈൻ ദാരിമി. നന്ദി ദാറുസ്സലാമിൽ നിന്നും 2001 ദാരിമി ബിരുദം പൂർത്തിയാക്കി. നിലമ്പൂർ, പൂക്കോട്ടുംപാടം, കരുവാരക്കുണ്ട് എന്നീ മഹലുകളിൽ ജോലി ചെയ്തു. ഹുസൈൻ ദാരിമിയെ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد
فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ബന്ധപ്പെടുന്ന സകലമാന കർത്തവ്യങ്ങളിലും കഴിവിന്റെ പരമാവധി അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പടച്ച തമ്പുരാൻ ഇതുപോലെയൊന്ന് സംഗമിക്കാൻ തൗഫീഖ് നൽകിയ ജഗന്യന്താവായ അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സന്ദർഭങ്ങളും സമയങ്ങളും നമ്മിൽ നിന്ന് ഓരോന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും അധികം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന തന്റെ സ്വന്തം വീട്ടിലേക്ക് യാത്രയാകാൻ നമുക്കേവർക്കും സമയമായി, സന്ദർഭമായി. നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ്. ആ കെട്ടിടങ്ങൾക്ക് വാടക നൽകിക്കൊണ്ടാണ് നാം ഇന്നിവിടെ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഇടിഞ്ഞു വീഴുകയോ ഇറക്കി വിടുകയോ ചെയ്യാവുന്നതാണ് എന്ന ഓർമ്മ നാം ഏവരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് ഉണർത്തുന്നു. ഇവിടെ വിഷയസൂചകമായി കിതാബുകളുടെ ഇബാറത്ത് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബഷീർ ദാരിമി സംസാരിക്കുകയുണ്ടായി. ഇനി ആ ഭാഗങ്ങളിലേക്ക് ഞാനും കൂടി ഒന്ന് തലയിടുന്നത് അത്ര ഭൂഷണമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാലങ്ങളോളം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുപോലും എന്തോ മനസ്സിലത് തട്ടിയില്ല. കാരണം എന്തെന്ന് അന്വേഷിച്ചാൽ നമുക്കാർക്കും അതിന് പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവരത് കേൾക്കുകയോ കാണുകയോ ചെയ്യുകയില്ല എന്ന്. ആ യാഥാർത്ഥ്യം മാത്രമാണത്. ഇന്ന് മനുഷ്യന് അറിവിന്റെ പ്രശ്നമല്ല, അറിവിന്റെ കുറവല്ല, നേരെ മറിച്ചുകൊണ്ട് അറിവിന്റെ ആധിക്യമാണ് മനുഷ്യനെ ഇന്ന് ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെന്ന് ഏതെല്ലാം മേഖലകളുണ്ടല്ലോ അവിടെയെല്ലാം എത്തിപ്പിടിക്കാനും അവിടെയെല്ലാം കയറിപ്പറ്റാനും നുഴഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥമായ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അതിൽ പാഠം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ആ യഥാർത്ഥമായി അതനുസരിച്ചുകൊണ്ട് മരിച്ചു പോകുവാനുമുള്ള തയ്യാറെടുപ്പ് നാം ആരും ചെയ്യുന്നില്ല എന്നുള്ളതായ ഒരു വസ്തുതയാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ഡിത സമൂഹം നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിരത്തി തരുമ്പോൾ ഇതൊന്നും സ്വീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന, ഇത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന
ഒരു യഥാർത്ഥമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത പായുന്നത്. അല്ലെങ്കിൽ അതാണ് യഥാർത്ഥം. ഈ ഇരിക്കുന്നവർക്കറിയാം, ഇഷ്ടംപോലെ പണ്ഡിതന്മാരെ കാലയളവിനുള്ളിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണബദ്ധിതമായി തന്നെ സംസാരിക്കുകയും വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എത്ര പേർ ഈ സത്യം മനസ്സിലാക്കിയവർ തന്നെ അത് ജീവിതത്തിൽ പകർത്താൻ എത്ര പേർ തയ്യാറായി എന്ന് സ്വന്തം ശരീരത്തോട് ഓരോരുത്തരും ചോദിക്കേണ്ട സമയമെത്തിയിരിക്കുന്നു. എന്നല്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. നാം ചിന്തിക്കുക. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ലറബല്ലാഹു മസലൻ, ഒരു ഉദാഹരണം. അല്ലാഹു മസലൻ റജുല, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയായി നമുക്ക് കാണിച്ചു തരികയാണ്. ഫീഹി ശുറകാഉ മുതശാകിസൂന, പരസ്പരം വയക്കടിക്കുന്നതായ ഏതാനും പങ്കുകാരാണ് അവന്റെ യജമാനന്മാര്. വറജുലൻ സലമൻ ലിറജുൽ, ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും അല്ലാഹുവിന് മാത്രം കീഴ്പ്പെടേണ്ടതായ മറ്റൊരു ആളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൽ യസ്തവിയാനി മതല, ഈ രണ്ട് ഉദാഹരണങ്ങളും സമമാണോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. പക്ഷേ ബൽ അക്തറുഹും ലാ യഅലമൂൻ, അധികം ആളുകളും ഇത് ചിന്തിക്കുന്നില്ല, അവരറിയുന്നില്ല. എന്തേ അറിയാത്തത്? അവരത് പഠിച്ച് മനസ്സിലാക്കിയില്ല, അത് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരറിയുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ നമ്മളോട് ചോദിക്കുന്നത്, ഫമൻ അസ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ കദബ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലിൽ കളവ് പറഞ്ഞവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അവൻ ആരുണ്ട്? വകദബ ബിസ്സുദ്ഖി ഇദ് ജാഅഹു, സത്യം അവന് വന്നെത്തിയിട്ടും എന്ത് ചെയ്യുന്നു? അവൻ അതിനെ കളവാക്കുന്നു, മിഥ്യയാക്കുന്നു. അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ കാഫിരീൻ, നരകത്തിലല്ലയോ സത്യനിഷേധികൾക്കുള്ള പാർപ്പിടം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 32-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എത്ര ആളുകളുണ്ട് ഈ ആയത്തുകൾ കണ്ണോടിച്ചവര്, ഈ ആയത്തുകൾ ഓതിയവർ തന്നെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയവർ എത്ര പേരുണ്ട് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനോട് നാം ചോദിക്കേണ്ടതുണ്ട്. നാം ഇത് മനസ്സിലാക്കുക. എങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ ആഗമനമെന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത്, ബദഅൽ ഇസ്ലാമു ഗരീബ, ഒരു വൈദേശികനായിട്ടാണ് ഇസ്ലാം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരിക്കലും തന്നെ ഒരു സ്വദേശിയെ പോലെയല്ല, ഒരു വിദേശിയെ പോലെ, ഒന്നും അറിയാതെ, ആരുമില്ലാതെ, ആരും അറിയപ്പെടാത്തതായ ഒരു രീതിയിലാണ് ഇസ്ലാം നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ആ വൈദേശികനായി തന്നെ കൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ മടങ്ങിപ്പോകുകയും ചെയ്യും. എന്താ അതിന്റെ അർത്ഥം? ഇസ്ലാം നമ്മിലേക്കൊക്കെ എത്തുന്നതിന്റെ മുമ്പ് ഇസ്ലാം എങ്ങനെയായിരുന്നു നമുക്കാർക്കും അറിയില്ലായിരുന്നു. ആരും അറിയപ്പെടാത്തതായ ഒരു അവസ്ഥയിലാണ് ഇസ്ലാം നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയെ പോലെ തന്നെ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യും? ഇസ്ലാം നമ്മിൽ നിന്നും എന്ത് ചെയ്യും? പാടെ മറഞ്ഞു പോകും, അത് മടങ്ങിപ്പോകുമെന്ന്. അതല്ലേ നാം ഇന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ എന്റെ നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു? രണ്ടു വരിയായിട്ട് ഇങ്ങനെ ഒരു കുരിശും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഞാൻ ആ കുരിശും കുടിച്ചുകൊണ്ട് കുറച്ചുകൂടി സമയത്ത് എത്തിയ സമയത്ത് ഞാൻ കൊണ്ടൊരു വണ്ടിയിൽ ഇങ്ങനെ കുറെ ആളുകൾ പാട്ട് പാടുന്നതായിട്ട്, അതും കഴിഞ്ഞ് കുറച്ചുകൂടെ എത്തിയപ്പോ എന്ത് ചെയ്ത്, ഒരു മേശയിൽ കുറെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കുറെ പായസം വിളമ്പി വെച്ചിരിക്കുന്നു. ഇത് തന്നെയല്ലേ യഥാർത്ഥത്തില് നമ്മുടെ നാടുകളിൽ കാണുന്നതായ റാലികളിലും നടക്കുന്നത് എന്ന ഒരു ചിന്ത എനിക്കപ്പോ തോന്നി. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്രിസ്ത്യാനികളുടെ റാലി കാണുന്നത്. ക്രിസ്ത്യാനികളുടെ റാലിയായിരുന്നു
മിഞ്ഞാന്ന് ഇന്നലെ വൈകുന്നേരം ആ വെള്ളിയാഴ്ചയുടെ എന്തോ ഒരു പെസഹ വെള്ളിയാഴ്ച അല്ലെ, പെസഹ വെള്ളിയാഴ്ചയുടെ ആ അതിനോടനുബന്ധിച്ചതായ ഒരു ആരാധനാ കർമ്മം, ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ നബിദിന റാലി എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു പോയി. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ചിന്തിച്ചു പോയി. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അതല്ലേ ശരി, അതല്ലേ യാഥാർത്ഥ്യം? എന്നിട്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഇത്രമാത്രം തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇനിയും നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ മക്കളെ? നിങ്ങൾ ചിന്തിക്കുക. ഇതിലൊന്നും കുറെ കിതാബ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ബഷീർ മുസ്ലിയാർ ഇവിടെ ഇഷ്ടംപോലെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ തെളിവൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഇപ്പൊ എത്ര ആളിത് വിശ്വസിക്കും, എത്ര ആളിത് സ്വീകരിക്കും? എനിക്ക് ചോദിക്കാനുള്ളതാണ്. എന്റെ ശബ്ദം കേൾക്കുന്നതായ ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, മുതഅല്ലിമുകള്, ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ കേട്ടതായ ഈ ഇബാറത്തുകൾ മുഴുവനും നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് അത് ശരിയാണെങ്കിൽ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ ആ ഒരു സംഘടനാ ബന്ധം ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് തിരിച്ചു വരാൻ, യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നതോ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വിളിക്കുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ